പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി CBI ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. പ്രതികളുടെ ജാമ്യ ഹർജികളിന്മേൽ കഴിഞ്ഞയാഴ്ച വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റിയിരുന്നു. അതേസമയം വിചാരണ കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിലെ മാർഗനിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഏതൊക്കെയാണ് ആ വിഷയങ്ങളും ഒപ്പം മറ്റു വിവരങ്ങളും? മോർണിംഗ്. ഹൈക്കോടതി വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും കൂടുതലായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ലോകായുക്ത നിയമ ഭേദഗതി അതിനെതിരായിട്ട് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് AJ ദേശായി അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ചെന്നിത്തലയുടെ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും ചെന്നിത്തല ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ലോകായുക്ത നിയമത്തിന്റെ 14-ാം വകുപ്പിന്റെ ഭേദഗതി അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രവുമല്ല അത് ജുഡീഷ്യറിയുടെ മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെന്നിത്തല നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ഹർജി നൽകിയത്. ആദ്യഘട്ട പരിഗണനയ്ക്കാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ പ്രസ്തുത ഹർജി എത്തുന്നത്. പുതിയ നിയമ ഭേദഗതി പ്രകാരം ഈ ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം ഏതെങ്കിലും കാര്യത്തിൽ ലോകായുക്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന കാര്യം നിയമസഭയ്ക്കോ സ്പീക്കർക്കോ തീരുമാനിക്കാമെന്നാണ് പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നത്. ഇത് ജുഡീഷ്യറിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്നാണ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിന് പരിഗണനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത്. എന്ത് നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഈ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ടും ഒരു ഹർജി. മറ്റൊന്ന് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾ നൽകിയിട്ടുള്ള ജാമ്യ ഹർജികൾ നിലവിൽ ഹൈക്കോടതി വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ തന്നെ കഴിഞ്ഞ തവണ വാദം കേട്ട ശേഷം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേസ് ഡയറി ഹാജരാക്കണമെന്നാണ്. ഈ കേസ് ഡയറി അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ജാമ്യ ഹർജികളിന്മേൽ വിധി പറയുക. പ്രധാനമായിട്ടും പ്രതികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാദഗതി എന്ന് പറയുന്നത് തങ്ങൾ വിദ്യാർത്ഥികളാണ്, മാത്രവുമല്ല 60 ദിവസത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അന്വേഷണം ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ അമ്മ ഈ ജാമ്യ ഹർജികളിന്മേൽ കക്ഷി ചേർന്നിരുന്നു. അതിൽ അവർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ CBI നൽകിയിട്ടുള്ള അന്തിമ റിപ്പോർട്ടിലടക്കം ഈ ഒരു മരണത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കുള്ള പങ്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഈ ജാമ്യം നൽകരുത് എന്നുള്ള ഒരു വാദമാണ് സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി കേസ് ഡയറി അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ജാമ്യ ഹർജികളിന്മേൽ വിധി പറയുക. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി. അതിലുള്ള ഒരു തുടർവാർത്തകളും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളിൽ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഏത് വിധത്തിൽ സൂക്ഷിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി പരിഗണിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഉത്തരവിട്ട വേളയിലായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞത്. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായിട്ട് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സർക്കാർ ഒരു ഉപഹർജി കൂടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ആ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ തവണ പരിഗണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഡയറക്ടർ, അതോടൊപ്പം തന്നെ ജില്ലാ കോടതിയുടെ ചുമതലയുള്ള രജിസ്ട്രാർ, ഹൈക്കോടതി രജിസ്ട്രാർ എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് നൽകപ്പെടുമെന്നാണ് കരുതുന്നത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് ആർക്കും നൽകരുത്, പ്രത്യേകിച്ച് പ്രതിക്ക് പകർപ്പ് നൽകരുത്. ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ കൃത്യത ഉറപ്പാക്കണം. മാത്രവുമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ അതിൽ കോടതിയുടെ അനുമതി ഉണ്ടാകണം. ഈ പരിശോധിക്കപ്പെടുന്ന സമയം ആരാണ് പരിശോധിച്ചത് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളും വേണം. ഇതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇത് സർക്കുലറായിട്ട് പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് നിലവിൽ
സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് സുരേഷ്. അതിൽ നേരത്തെ തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വലിയ രീതിയിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച സാഹചര്യം, അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും കഴിഞ്ഞ തവണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നടത്തിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ള കാനകളെ ശുചീകരിച്ചെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നടപടികൾ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതി ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കേണ്ടത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും ഇന്ന് കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് സുരേഷ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.